വടക്കൻ വീരഗാഥ പോലൊരു സിനിമ മലയാളത്തിൽ മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒരു വടക്കൻ വീരഗാഥ മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഹരിയൻ സാറ് സെറ്റിൽ വരുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് വരുമ്പോൾ ഈ സെറ്റപ്പെല്ലാം ആൾമോസ്റ്റ് എല്ലാവരും റെഡിയാണ്. ഒരാൾ ഒഴിച്ചു, മമ്മൂക്ക മാത്രം എത്തിയിട്ടില്ല. ഒരു 9:30 തോന്നും മമ്മൂക്കയുടെ കാറ് പാസ് ചെയ്ത് അങ്ങോട്ട് അകത്തേക്ക് പോയതും ഹരിയൻ സാർ എന്നിട്ട് പാക്കപ്പ് പറഞ്ഞ് പുലിവണ്ടി കയറിപ്പോയി. വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്, ഏത് വലിയ സിനിമയും ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് വലിയ ഫ്രെയിമും നമുക്കുണ്ടാക്കാൻ പറ്റും. എത്ര വലിയ ആർട്ടിസ്റ്റുകളും എത്ര എണ്ണത്തോളം ആർട്ടിസ്റ്റുകളും ഒരു ഫ്രെയിമിലുണ്ടെങ്കിലും അവരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആത്മധൈര്യം തന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വടക്കൻ വീരഗാഥയാണ്. റോഷൻ ആൻഡ്രൂസ് എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിരുന്നു റോഷൻ. ഷിക്കാർ കഴിഞ്ഞപ്പോൾ റോഷൻ എന്നോട് പറഞ്ഞു, നമസ്കാരം, ഞാൻ എം പത്മകുമാർ, ചലച്ചിത്ര സംവിധായകൻ. മലയാള സിനിമയിലെ ഒരുപാട് സംവിധായകരെ പോലെ സിനിമയുമായി യാതൊരു പാരമ്പര്യവുമില്ലാത്ത, സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് തികച്ചും അപ്രതീക്ഷിതമായി എന്ന് പറയാനാവില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു വഴിയിലൂടെ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മായാലോകമാണ്. ലോകത്തെ സിനിമാ പ്രപഞ്ചം എന്ന് നമ്മൾ കണക്കുകൂട്ടിയാൽ തന്നെ അതിലെ മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഓരത്ത് നിൽക്കുന്ന വളരെ ചെറിയൊരു ലോകമാണ്. ആ മലയാള സിനിമയിൽ തന്നെ എത്രയോ മികച്ച ടെക്നീഷ്യൻസ് ഉണ്ട്, മികച്ച സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, നടന്മാരുണ്ട്. അതിലെ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിലും വളരെ ചെറിയ ഒരാളാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും മലയാള സിനിമയിൽ ഇന്ന് ഈ 2026 ഞാനിപ്പോഴും മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യുന്നു, സിനിമയുടെ ഒരു ഭാഗമായി എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരു 40 വർഷം, കൃത്യമായി പറഞ്ഞാൽ 1986 ഒക്ടോബർ 3 വൈകിട്ടാണ് ഞാൻ പാലക്കാട് നിന്ന് മദിരാശിയിലേക്ക് ഒരു സിനിമാ സംവിധായകനാവുക എന്ന മോഹവുമായി വണ്ടി കയറുന്നത്. അന്ന് തന്നെ കയറാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്നത് റേഡിയോ നാടകങ്ങളാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ ലെവലിലും ജില്ലാ തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. വേറെ കഥകൾ പ്രസിദ്ധീകരിക്കുകയോ കൂടുതൽ ആളുകൾ എൻ്റെ കഥയെപ്പറ്റി അറിയുകയോ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സിനിമ എഴുതുന്നത് എങ്ങനെയാണ്, സിനിമ സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം, പഠിക്കണം എന്നൊരാഗ്രഹം എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം മുളപൊട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴോ ഒരു സിനിമ എഴുതാൻ പറ്റണം, ഒരു തിരക്കഥ എഴുതാൻ പറ്റണം എന്ന ആഗ്രഹത്തോടെ ഞാൻ കുറച്ച് തിരക്കഥകൾ വായിച്ചു. തിരക്കഥകളുടെ ഒരു രൂപം, എങ്ങനെയാണ് ഒരു തിരക്കഥ എഴുതുന്നത്, അല്ലെങ്കിൽ തിരക്കഥയിലേക്ക് ഒരു പ്രേക്ഷകനെ കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി മാത്രം കുറച്ച് തിരക്കഥകളൊന്ന് വായിക്കാൻ പറ്റി. അങ്ങനെ ഈ റേഡിയോ നാടകങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഞാൻ, കുറച്ച് റേഡിയോ നാടകങ്ങൾ എന്ന കാലത്ത് തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ എൻ്റെ കുറച്ച് നാടകങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആ നാടകങ്ങൾ എഴുതിയതിൻ്റെ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞാനൊരു തിരക്കഥ എഴുതി നോക്കാം എന്നൊരു ആശയം എന്നിലുണ്ടായത്. അങ്ങനെ ഞാനൊരു തിരക്കഥ എഴുതി തുടങ്ങി. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പകുതിയോളം, ഒരു 30-40 സീനുകൾ എഴുതിയ ഒരു തിരക്കഥ കയ്യിൽ വെച്ചുകൊണ്ടാണ് മദിരാശിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് റേഡിയോയിൽ എഴുതിയ ഒരു നാടകത്തിൻ്റെ പ്രതിഫലമായിട്ട് എനിക്കൊന്ന് കിട്ടിയത്, ഞാൻ ഓർക്കുന്നു ഇപ്പോഴും 360 രൂപയാണ് എനിക്ക് പ്രതിഫലമായിട്ട് കിട്ടിയത്. അത് ചെക്കാണെന്ന് റേഡിയോ നാടകത്തിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടുക. ഈ ചെക്ക് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിലെ നെടുങ്ങാടി ബാങ്കിലെ ശാഖയിൽ നിക്ഷേപിച്ച്, അത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് അന്ന് ബാങ്ക് ലീവാണ്. ഒക്ടോബർ 3 ചെക്ക് മാറിയിട്ട് 360 രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ 360 രൂപയുമായിട്ടാണ് 1986 ഒക്ടോബർ 3 വൈകിട്ട് മംഗലാപുരം ചെന്നൈ മെയിലിന് ഞാൻ മദിരാശിയിലേക്ക് വണ്ടി കയറുന്നത്. സിനിമയിലേക്ക് പോവുക, അല്ലെങ്കിൽ സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ, മറ്റു പല നാടുകളിലും വീടുകളിലും എന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും അതൊരു വലിയ അപരാധമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊരു ഗ്യാരണ്ടിയില്ലാത്തൊരു ജീവിതമാണ്. സിനിമ എന്ന് പറയുന്നത് നമുക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്തൊരു ലോകമാണ്. അല്ലെങ്കിൽ സിനിമ കൊണ്ട് ഒരിക്കലും നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു വിശ്വാസം നമ്മുടെ എല്ലാ യാഥാസ്ഥിതിക കുടുംബങ്ങളിലുമുള്ള പോലെ തന്നെ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരോട് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി കോയമ്പത്തൂർ വരെ പോന്നു, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്.
മദ്രാസിലേക്ക് വണ്ടി കയറുമ്പോൾ എനിക്ക് മദ്രാസിലാണ് നടക്കുന്നതെന്നല്ലാതെ സിനിമയിൽ എങ്ങനെയാണ് മദ്രാസിൽ എത്തിച്ചേരേണ്ടതെന്ന്, മദ്രാസിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നോ പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ സിനിമയിലെ എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. പണ്ട് നാനയിലോ അല്ലെങ്കിൽ ഏതോ ഒരു വെള്ളി നക്ഷത്രത്തിലോ മറ്റോ വായിച്ച ഒരു അനുഭവമുണ്ട് എനിക്ക്. ഡോക്ടർ ബാലകൃഷ്ണനാണ് സത്യനന്തിക്കാടിനെ പി ചന്ദ്രകുമാറിനൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഹരിഹരൻ സാറിൻ്റെ സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ ബാലകൃഷ്ണനെ കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി അദ്ദേഹം കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. മദ്രാസി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ ഒരു പബ്ലിക് ബാത്റൂമിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എൻ്റെ കയ്യിലുള്ള ഒരു ബാഗുമായിട്ട് ഞാൻ ഡോക്ടർ ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി ബസ് കയറി ഷേണായി നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്ക് എത്തിച്ചേരുകയാണ്. ഒക്ടോബർ 4-ാം തീയതി കാലത്ത് രാവിലെ ഒരു 10 മണിയോടെ ഞാൻ പുള്ളിയുടെ ക്ലിനിക്കിൽ എത്തിച്ചേരുമ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ അവിടെ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ചപ്പോൾ കാര്യം ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാലക്കാട്ട് നിന്ന് വരികയാണ്, പത്മകുമാർ എന്നാണ് പേര്. ഞാനിങ്ങനെ റേഡിയോ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതി ആയിട്ടുണ്ട്, അതൊന്ന് സാറൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു പുസ്തകത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. തിരക്കഥയുടെ ഒരു ഫോർമാറ്റൊന്നുമല്ല. തിരക്കഥ എങ്ങനെയാണ് എഴുതണം, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, റൈറ്റ് സൈഡിൽ ഡയലോഗ് എഴുതുന്നു എന്നൊക്കെ പറയുന്ന ആ ഫോർമാറ്റൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ റഫായിട്ടൊരു നോട്ട്ബുക്കിൽ എഴുതിയ തിരക്കഥയാണ്. ആ തിരക്കഥ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു, ഒന്ന് മറിച്ച് നോക്കി, എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഞാനിത് വായിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും. ശരിക്കും മദ്രാസിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എൻ്റെ ധാരണ എന്ന് വെച്ചാൽ ഞാൻ ഈ തിരക്കഥ കൊണ്ട് അദ്ദേഹത്തെ ചെന്ന് കാണുന്നു, അദ്ദേഹം തിരക്കഥ വായിക്കുന്നു, കൊള്ളാം, തിരക്കടില്ല, നീ ഒരു തിരക്കഥാകൃത്തായിട്ട് സിനിമയിൽ ജോയിൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ആരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്നെ സിനിമയിലേക്ക് വഴിതിരിച്ചു വിടുന്നു. ഇതായിരുന്നു എൻ്റെ ധാരണ. അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ 2 ആഴ്ച കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇനി 2 ആഴ്ച ഞാൻ മദ്രാസിയിൽ എവിടെ പോകും? മദ്രാസിയിൽ താമസിക്കാനൊരു സ്ഥലമില്ല, പറയത്തക്ക പരിചയക്കാരോ ബന്ധുക്കളോ ഒന്നും മദ്രാസിയിലില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴോ ആലോചിച്ചപ്പോൾ എനിക്ക് പാലക്കാട് പുതുപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിയാം. പുതുപ്പേട്ടയിലാണെന്ന് അല്ലാതെ വേറെ പറഞ്ഞുകൂടാ. പുറത്തിറങ്ങിയ ഒരു ഓട്ടോറിക്ഷക്കാരോട് പുതുപ്പേട്ട എവിടെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന നമ്പർ ബസ്സിൽ കയറിയാൽ പുതുപ്പേട്ടയിലെത്താമെന്ന് പറഞ്ഞു. പക്ഷേ പുതുപ്പേട്ട എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ഥലമാണെന്നോ അവിടെ ഇയാൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇയാളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാനങ്ങനെ ഒരു ബസ് കയറി പുതുപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പുതുപ്പേട്ട എന്ന് പറയുന്നത് മദ്രാസ് സെൻട്രലിനടുത്തുള്ള ഏതാണ്ട് വലിയൊരു സ്ഥലമാണ്. 3-4 സിനിമാ തിയേറ്ററുണ്ട്, കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഇയാളുടെ പേര്. ഞാൻ ഇയാളെ അന്വേഷിച്ചിട്ട് ഇയാളെ എവിടെയെങ്കിലും കാണാൻ പറ്റുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വിധിയാണെന്ന് എനിക്കറിഞ്ഞൂടെ, അദ്ദേഹം എൻ്റെ നേരെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇവിടെ പോകുന്ന വഴിക്ക് എൻ്റെ മുമ്പിൽ വന്ന് എത്തിപ്പെട്ടാണ്. എങ്ങനെ എത്തിയെന്നുള്ള കാര്യം എനിക്കെപ്പോഴും അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ അയാളെ കണ്ടു. അയാളോട് കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, 2 ആഴ്ച എനിക്കിവിടെ താമസിച്ചേ പറ്റൂ. അദ്ദേഹത്തെ പുതുപ്പേട്ടയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വീടുണ്ട്, അവിടെ താമസിക്കാൻ കുറച്ച് ദിവസം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. അത് പട്ടാഭിറാം എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ പട്ടാഭിറാമിൽ അദ്ദേഹത്തിൻ്റെ ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. ജസ്റ്റ് കണ്ടു. പുള്ളി പറഞ്ഞ് വായിച്ച് കഴിഞ്ഞിട്ടില്ല, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ച എടുത്തു അദ്ദേഹം ആ പാതി സ്ക്രിപ്റ്റ് വായിച്ച് തീർക്കാൻ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ആ തിരക്കുള്ള മനുഷ്യൻ യാതൊരു മുൻപരിചയവുമില്ലാത്ത പാലക്കാട്ട് നിന്നുള്ള ഒരു കുഗ്രാമത്തിൽ നിന്ന് മദ്രാസിയിൽ വന്ന ഒരാളുടെ ഒരു പയ്യൻ്റെ തിരക്കഥ വായിച്ചു നോക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അദ്ദേഹം ആ തിരക്കഥ വായിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, തിരക്കഥ ഞാൻ വായിച്ചു, കുഴപ്പമില്ല, കൊള്ളാം, അത് ബാല്യം എന്നാണ് ആ തിരക്കഥയുടെ പേര്. അത് ഈ കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഈ പുറത്ത് ജനറൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു ഇഷ്യൂവിൻ്റെ ഒരു കഥയാണ്. ഇവരെ മാനസികമായിട്ടുള്ളൊരു ഈ പുറത്ത് താമസിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും കോൺവെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പഠനമാണ് ശരിക്കും ആ കഥ എന്ന് പറയുന്നത്. അത് പകുതി തിരക്കഥ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, കൊള്ളാം, കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇത് കംപ്ലീറ്റ് ചെയ്യ്, പകുതിയല്ലേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ട് വാ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ആ സ്ക്രിപ്റ്റുമായിട്ട് തിരിച്ച് ഈ പട്ടാഭിറാം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി.
പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന പൈസ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണം അവിടെ ജയിക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ അവിടെ ഒരു ജോലി, പട്ടാവറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ദൂരെ മണാലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ടൊക്കെ ജോലിക്കൊക്കെ പോയി. ഡെയിലി ഇപ്പോൾ അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 12 രൂപയാണ് ഡെയിലി ശമ്പളം. ജോലിക്ക് പോവും, രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം തിരിച്ച് വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ബാക്കി എഴുതും. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 ആഴ്ച എടുത്തു ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ ജോലിക്കും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ കംപ്ലീറ്റ് ചെയ്ത സ്ക്രിപ്റ്റായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞു ഞാനത് വായിച്ചിട്ട് ഞാൻ പറയാമെന്നു. അങ്ങനെ അതൊരു 4-5 മാസം അങ്ങനെ പോയി. 4-5 മാസം ഇതുപോലെ ഞാൻ ജോലിക്ക് പോയിരുന്നു. ഇടയ്ക്ക് ഡോക്ടർ വന്ന് കാണും. ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കാണാൻ വരുന്ന ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. അന്ന് ശമ്പളമില്ല. ഈ 12 രൂപ എന്ന് പറയുന്നത് അതില്ല. 12 രൂപ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ 12 രൂപ അന്ന് കിട്ടില്ല ജോലിക്ക് പോയില്ലെങ്കിൽ. അങ്ങനത്തെ ഒരു വഴിയിലൂടെ. പക്ഷേ എങ്കിൽ പോലും ഞാനത് വളരെയധികം എൻജോയ് ചെയ്തൊരു കാലഘട്ടമാണ്. കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ജീവിതത്തിനൊരു നമ്മൾക്ക് മുമ്പോട്ടുള്ളൊരു വഴിയുണ്ട്, പോകാനുള്ളൊരു വഴിയുണ്ട്. അത് ഉണ്ടാക്കി തന്നത് തീർച്ചയായും ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ സിനിമയിൽ എന്തായാലും, എത്ര വലിയതായാലും ചെറിയതായാലും അതിൻ്റെ എല്ലാം പുറകിൽ ആ ഒരു പേരാണുള്ളത്. ഡോക്ടർ ബാലകൃഷ്ണൻ എന്നൊരു പേരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എം പത്മകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സ്ക്രിപ്റ്റൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ ഡയറക്ഷൻ പഠിക്കണം എന്നോട് പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ എനിക്ക് ഡയറക്ഷൻ പഠിക്കണമെന്നോ ഡയറക്ടർ ആവണമെന്നോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക, സ്ക്രിപ്റ്റ് കൊണ്ടുപോയി റൈറ്റർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഡോക്ടർ പറഞ്ഞു നീ ഡയറക്ഷൻ പഠിക്കുക, ഞാൻ ഹരിഹരനെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് ഡോക്ടർ എനിക്ക് ഈ ഡയറക്ഷൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ നീ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ആവുമായിരുന്നു. പക്ഷേ ഡോക്ടറാണ് എന്നെ ഡയറക്ടറാവാൻ പറയുന്ന ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയറക്ടറായി. ഡോക്ടർ എന്നോട് ഹരിഹരൻ സാറിൻ്റെ അഡ്രസ്സ് തന്നു. ഹരിഹരനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹരിഹരൻ സാറിൻ്റെ മദ്രാസിയിൽ കാംദാർ നഗർ എന്ന സ്ഥലത്തുള്ള ഹരിഹരൻ സാറിൻ്റെ വീട്ടിൽ പോയി ഹരിഹരൻ സാറിനെ കണ്ടപ്പോൾ ഹരിഹരൻ സാറ് പറഞ്ഞു, എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു, നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച എൻ്റെ ഒരു അടുത്ത സിനിമയുടെ റെക്കോർഡിംഗ് ഉണ്ട്, AVM സ്റ്റുഡിയോയിലാണ്, അവിടെ രാവിലെ 10 മണിക്ക് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ പട്ടാവറാൻ പോയി. അടുത്ത ആഴ്ച ഈ പറഞ്ഞ സമയത്ത് ഞാൻ AVM സ്റ്റുഡിയോയിലെ RR തിയേറ്റർ എന്ന് പറയുന്ന AVM സ്റ്റുഡിയോയിൽ തിയേറ്റർ ഉണ്ട്. ഇന്ന് ആ തിയേറ്ററൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇന്ന് ആ AVM സ്റ്റുഡിയോ എല്ലാം ഇപ്പോൾ പഴയ AVM സ്റ്റുഡിയോ ഒന്നും ഇപ്പോൾ ഇല്ല. ആ RR തിയേറ്ററിൽ പോയി അവിടെ അദ്ദേഹത്തിൻ്റെ ആരണ്യം എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡിംഗ് നടക്കുകയാണ്, സോങ് റെക്കോർഡിംഗ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകുന്നത്, തിയേറ്റർ കാണുന്നത്, റെക്കോർഡിംഗ് എന്താണെന്ന് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. എനിക്കാണെങ്കിൽ അവിടെ പരിചയമുള്ള ഒരാൾ പോലും ഇല്ല. സിനിമയിലെ എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാനാണെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ്, സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. അവിടെ ഞാൻ കണ്ടത് പ്രവീൺ പരപ്പനങ്ങാടി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞാൻ പോയി പ്രവീണിനെ കണ്ടു. അങ്ങനെ ഹരിഹരൻ സാർ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. പോയി ഹരിഹരൻ സാറിനെ കണ്ടു. ഹരിഹരൻ സാർ പറഞ്ഞു ബാക്കി അവരോട് പറഞ്ഞാൽ മതി, ഒരു കാര്യങ്ങൾ ചെയ്തോളും എന്ന് പറഞ്ഞു. അവിടെ ഹരിഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന അന്ന് ഉണ്ണിനാരായണൻ ഉണ്ടായിരുന്നു. ഹരിഹരൻ സാറിൻ്റെ മെയിൻ അസിസ്റ്റൻ്റായിരുന്ന അനിലുണ്ടായിരുന്നു. അനിലിനെ പരിചയപ്പെട്ടു, ഉണ്ണിനാരായണനെ പരിചയപ്പെട്ടു. ഞാനങ്ങനെ അന്ന് ആ റെക്കോർഡിങ്ങൊക്കെ കണ്ട് അവിടെ കാര്യങ്ങളൊക്കെ കണ്ടു, ഒരു സംസാരിച്ചു. അങ്ങനെ റെക്കോർഡിങ്ങിന് കുറേ ദിവസം റെക്കോർഡിങ്ങിന് പോയി. അതിനുശേഷം എന്നോട് പറഞ്ഞു അടുത്ത ഷൂട്ടിങ്ങിന് ഇത്രാം തീയതി ഷൂട്ടിങ്ങാണ്. അപ്പോൾ അന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരാഴ്ച 3-4 ദിവസം മുമ്പ് മദ്രാസിൽ നിന്ന് ഇവിടുന്ന് എല്ലാ ക്രൂവും ട്രെയിനിൽ, വയനാടാണ് ഷൂട്ട്, അപ്പോൾ എല്ലാവരും ഇവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിൽ പോകുന്നുണ്ട്, ഇന്ന സമയത്ത് അവിടെ വന്നാൽ മതി, ആ സമയത്ത് വന്നാൽ മതി, അത് പ്രവീണിനെ കണ്ട് പറഞ്ഞാൽ മതി, പ്രവീൺ പരപ്പനങ്ങാടിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രവീണിനോട് പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ പ്രവീൺ അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രവീണിനെ കണ്ടു. പ്രവീൺ പറഞ്ഞു നമ്മൾ പോകുന്ന ഇന്ന ഡേറ്റിനാണ്, അന്ന് നവംബറിലോ മറ്റാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോകും. അതിൻ്റെ പോകുന്ന ഡേറ്റ് എന്നോട് പറഞ്ഞു, അന്ന് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു, അവിടെ ഞാനുണ്ടാവും. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ പറഞ്ഞ ഡേറ്റിന് സെൻട്രൽ സ്റ്റേഷനിലെത്തി. അപ്പോൾ എൻ്റെ കയ്യിലൊരു 100 രൂപയോ എന്തോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പ്രവീൺ, ഞാൻ വിചാരിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് തരുമായിരിക്കും, അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പ്രവീൺ എന്നോട് പറഞ്ഞു ശരി, ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറി കോഴിക്കോട് വന്നാൽ മതി, അവിടെ കോഴിക്കോട് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശരിക്കും വിട്ടുപോയത്. കാര്യം ആകെ എൻ്റെ കയ്യിൽ ഈ 100 രൂപയുള്ളൂ. പക്ഷേ അന്ന് ഭാഗ്യത്തിന് മറ്റേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റ് എന്ന് പറയുന്നത് അന്ന് 48 രൂപയോ 49 രൂപയുള്ളൂ. ഞാൻ ടിക്കറ്റ് എടുത്തു, ആ ട്രെയിനിൽ കയറി. മറ്റുള്ളവർക്ക് ആ ട്രെയിനിലുണ്ട്. ഞാൻ പോയി കോഴിക്കോട് ഇറങ്ങി ഈ ടീമിൻ്റെ കൂടെ രണ്ടാമത് ജോയിൻ ചെയ്തു. അവിടുന്ന് ഈ പ്രൊഡക്ഷൻകാരൊക്കെ പോകുന്ന പ്രൊഡക്ഷനിലേക്ക് ഒരു വണ്ടിയിലാണ് എന്നെ വയനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ വയനാട്ടിൽ പോയി ഞാൻ ആദ്യമായിട്ട് ആരണ്യം എന്ന് പറയുന്ന സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ണിനാരായൺ അസോസിയേറ്റ്, അനിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. സിനിമയിൽ എൻ്റെ ആദ്യത്തെ അനുഭവം.
ആദ്യത്തെ അനുഭവം തന്നെ ഫസ്റ്റ് തന്നെ എന്നെ അനിലാണ് എൻ്റെ ഒരു വഴികാട്ടി എന്ന് പറയുന്നത് തന്നെ സിനിമയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. എനിക്ക് സിനിമയെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ജോലി എന്താണ്, എന്തൊക്കെയാണ് സിനിമയിൽ ഞാൻ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് അനിലിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. പക്ഷേ അതിലൊരു സിനിമയുടെ മുൻപരിചയമുണ്ട്. അങ്ങനെ അനിലാണ് എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചത്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന ക്ലാപ്പ് അടിക്കുന്ന ജോലിയാണ് ആദ്യം എന്നെ ഏൽപ്പിച്ചത്. ക്ലാപ്പ് അടിക്കാൻ എന്നെ പഠിപ്പിച്ചു. ക്ലാപ്പ് അടിക്കുക എന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അന്ന് ക്ലാപ്പ് അടിക്കുന്ന പരിപാടി ഇന്നിപ്പോൾ സൗണ്ടെല്ലാം ഈ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഇന്നത്തെ ലെവലിൽ അന്ന് വരാം. അന്ന് നാഗരിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നാഗരിയിൽ സൗണ്ട് സിങ്ക് ചെയ്യണം. ഫിലിമും സൗണ്ടും രണ്ട് ട്രാക്കാണ്. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിന് ഈ സൗണ്ട് കൃത്യമായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാപ്പ് അടിക്കുന്നത്. അപ്പോൾ ക്ലാപ്പിൻ്റെ സൗണ്ട്, ക്ലാപ്പ് അടിക്കുന്ന വിഷ്വൽ, അടിക്കുന്ന രണ്ടും കൂടെ ജോയിൻ്റ് ആവുന്ന ആ വിഷ്വലും അതിൻ്റെ സൗണ്ടും, ക്ലാപ്പ് അടിക്കുമ്പോൾ സൗണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സിങ്ക് ചെയ്താൽ ആ ഷോട്ടിലെ ഡയലോഗെല്ലാം ഒരേ സിങ്കിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് ക്ലാപ്പ് അടിക്കുന്നത്. അപ്പോൾ ക്ലാപ്പ് അടിക്കുമ്പോൾ പിന്നെ സീൻ നമ്പർ അനൗൺസ് ചെയ്യണം, സീൻ ഷോർട്ട് നമ്പർ അനൗൺസ് ചെയ്യണം, എന്നിട്ട് ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് അടിക്കണം. അത് അവർ ക്ലാപ്പ് എന്ന് പറയുമ്പോഴേ അടിക്കാവുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അടിക്കണമെങ്കിൽ. അടിച്ചിട്ട് ഈ ഫ്രെയിമിൽ നിന്ന് പെട്ടെന്ന് ഓടി മാറുകയും വേണം. നമ്മൾ മാറിക്കഴിഞ്ഞ ശേഷമേ ആക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പാടുകൾ എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാപ്പ് അടിക്കാൻ പഠിച്ചു. ഞാൻ അതൊക്കെ പെട്ടെന്ന് പഠിച്ചു. അന്ന് വേണു സാറായിരുന്നു ആ സിനിമയുടെ ക്യാമറ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീകുട്ടനായിരുന്നു. ഉണ്ണിനാരായണനുണ്ടായിരുന്നു, ശ്രീകുട്ടനായിരുന്നു അസോസിയേറ്റ്. ഉണ്ണിനാരായണനും അനിലും ഉണ്ടായിരുന്നു. കുട്ടേട്ടൻ എന്നെ ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ സിനിമയുടെ ഫ്രെയിം എന്താണ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ 24 ഫ്രെയിംസാണ് ഒരു ഫ്രെയിം, ഒരു 24 ഫ്രെയിംസാണ് ഒരു സെക്കൻഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും, സിനിമയുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ് എന്താണെന്നും, സിനിമയുടെ സ്ലോ മോഷൻ എന്താണെന്നും, നോർമൽ ഫ്രെയിംസ് എന്താണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടേട്ടനാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ എനിക്ക് സിനിമയിലുണ്ടായിട്ടുണ്ട്. ഹരിഹരൻ സാർ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ നിന്ന് എനിക്ക് നല്ല അനുഭവങ്ങളല്ലാതെ മോശം അനുഭവങ്ങളൊന്നും അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ അത്ര അനുഭവങ്ങളൊന്നുമില്ല. ഒരുപാട് പേരുടെ സഹായവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു പാഠം. അങ്ങനെ വേണു സാറായിരുന്നു സിനിമയുടെ ക്യാമറ. വേണു സാറിൽ നിന്നും ആ സിനിമ ഇന്നിപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് വേണു സാറിനെ ഞാനിവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോഴും എന്നോട് വേണു സാറിന് ഭയങ്കര ഇഷ്ടമാണ്, വളരെ സ്നേഹമാണ്, എന്നോട് അത്രയും ഒരു വാത്സല്യമുണ്ട്. അന്ന് കണ്ട ആ വേണു സാറും ഞാൻ ഇത്രയും 40 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന വേണു സാറും ഏതാണ്ട് എന്നോട് പെരുമാറുന്ന ഒരു രീതി, ഒരു സ്നേഹം, എന്നോട് കാണിക്കുന്ന ഒരു വാത്സല്യം എന്ന് പറയുന്നത് അന്ന് ഇന്നും ഒന്നാണ്. അതുപോലത്തെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ആരണ്യം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എൻ്റെ എഡിറ്റിംഗ്, ഡബ്ബിങ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഫുൾ ഷൂട്ട് വയനാട് ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിയുന്ന സമയത്ത് എന്നോട് കുട്ടേട്ടൻ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, മദ്രാശിയിലാണ് ഇതിൻ്റെ ബാക്കി വർക്കെല്ലാം നടക്കുന്നത്. അപ്പോൾ മദ്രാശിയിൽ ഇവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് റൂംസ് ഉണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം സൗകര്യങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ വണ്ടിയുണ്ട്. പക്ഷേ മദ്രാശിയിൽ അതൊന്നുമില്ല. മദ്രാശിയിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബാക്കി ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, എഡിറ്റിംഗ്, ഡബ്ബിംഗ് ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ചിലവിൽ അവിടെ വന്ന് ഇതെല്ലാം കണ്ട് പഠിക്കാം. അല്ലാതെ അതിനകത്ത് നമ്മുടെ കമ്പനി നിങ്ങളുടെ ചിലവുകൾ വഹിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് എൻ്റെ റൂൾ, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ശരി, ഞാനങ്ങനെ മദ്രാശിയിൽ പോയി. മദ്രാശിയിൽ ഈ പട്ടാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് പട്ടാപുരമിൽ നിന്ന് സെൻട്രലിലേക്ക് ഒരു ഇലക്ട്രിക് ട്രെയിൻ കയറി അവിടുന്ന് വേറൊരു ബസ് പിടിച്ച് വടവഴനി വന്ന് വടവഴനിയിലാണ് എഡിറ്റിംഗ് നടക്കുന്നത്. ഈ എഡിറ്റിംഗ് നടക്കുന്നത് അവിടെ മദ്രാശിയിലെ വടവഴനിയിലുള്ള വിജയ ഗാർഡൻസ് എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിലാണ്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മദ്രാശിയിലൂടെ വണ്ടി ഇറങ്ങി വിജയ ഗാർഡൻസിൽ നിന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ബിൽഡിംഗ് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഗേറ്റ് കടന്നു. അപ്പോൾ മണിസാറാണ് അതിൻ്റെ എഡിറ്റർ, എം എസ് മണി എന്ന് പറയുന്നത് ഹരിഹരൻ സാറിൻ്റെയും ഗുരുവാണ്. ഹരിഹരൻ സാറിൻ്റെ എഡിറ്ററും മണിസാറാണ്. ഹരിഹരൻ സാറ് മണിസാറിൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കത്തില്ല. ഹരിഹരൻ സാർ നിന്നിട്ടാണ് എഡിറ്റിംഗ് ഫുൾ ടൈം. ഹരിഹരൻ സാർ അടുത്ത് നിൽക്കുകയുള്ളൂ, ഇരിക്കത്തില്ല. അപ്പോൾ എനിക്ക് മണിസാറിനെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഈ ബിൽഡിങ്ങിൽ എഡിറ്റിംഗ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ മുറ്റം നിൽക്കുമ്പോൾ ഒരു പ്രായമായ ഒരാൾ അങ്ങോട്ട് നടന്നു പോകുന്നത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇവിടെ ഈ എം എസ് മണി എന്ന് പറയുന്ന ആളുടെ എഡിറ്റിംഗ് അറിയാമോ? അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ പോയി. മുകളിൽ കയറി, അകത്ത് കയറിയിട്ട് ഉള്ളിൽ കയറിയപ്പോൾ ഹരിഹരൻ സാറൊക്കെ അവിടെ ഉണ്ട്. ഹരിഹരൻ സാറൊക്കെ ഉണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചു, താര പുള്ളി? അപ്പോൾ പറഞ്ഞു, ഇതാണ് മണി സാർ. അപ്പോൾ പുള്ളിയോടാണ് ഞാൻ ചോദിച്ചത് എം എസ് മണിയുടെ എഡിറ്റിംഗ് ഏതാണെന്ന്. അപ്പോഴാണ് പുള്ളി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞാൻ എഡിറ്റിംഗ് അവിടെ നിന്നാണ് ഞാൻ എഡിറ്റിംഗ് എന്താണെന്ന് കാണുന്നത്. അന്ന് ഫിലിം എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എങ്ങനെയാണെന്നും ഈ സിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ ഫിലിമും
പിന്നെ പിക്ചറും സൗണ്ടും രണ്ടും പാരലായിട്ടിട്ടാണ് അന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് മൂവിയോളയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മൂവിയോള തൊട്ട് ഇന്നിപ്പോൾ ആ രീതികളൊക്കെ ഒരുപാട് മാറി. വളരെ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഈസി പ്രോസസ്സാണെന്ന്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ന് ഓൺലൈൻ എഡിറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അന്നെല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നിന്നാണ് ഞാൻ കണ്ടുപഠിക്കുന്നത്. എഡിറ്റിംഗ് കഴിഞ്ഞു, അതിൻ്റെ ഡബ്ബിങ് അറ്റൻഡ് ചെയ്തു. ആ സിനിമയുടെ എല്ലാ വർക്കും ഫുൾ അറ്റൻഡ് ചെയ്തു. ആ സിനിമ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതാണ് ഒരു സഹസംവിധായകനെ അല്ലെങ്കിൽ സംവിധാന സഹായി എന്നതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത്. പല ആളുകൾക്കും അത് കിട്ടാറില്ല. കാര്യം പലരും ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യമില്ല, അവരെ പറഞ്ഞു വിടും. അവർക്ക് പിന്നെ സിനിമയായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പല ആൾക്കാർക്കും ഇത് പഠിക്കാൻ പറ്റാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, റോഷൻ ആൻഡ്രൂസ് എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിരുന്നു റോഷൻ. ഷിക്കാർ കഴിഞ്ഞപ്പോൾ റോഷൻ എന്നോട് പറഞ്ഞു, റോഷൻ അതിന് മുമ്പ് 2-3 സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, വേറെ 2-3 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ റോഷൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കണ്ടിട്ടില്ല. അതൊരു എഡിറ്റിംഗ് എന്താണെന്നോ ഡബ്ബിങ് എന്താണോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പടത്തെങ്കിലും എന്നെ ഒന്ന് മദ്രാസിൽ കൊണ്ടുപോകും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പടത്തിൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ റോഷനെ ഞാൻ ആ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടി മദ്രാസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മളന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ഈ പോസ്റ്റ് പ്രൊഡക്ഷന് എൻ്റെ കൂടെ ആരൊക്കെ അസിസ്റ്റൻസ് വേണം തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് ഞാൻ റോഷനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് റോഷൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഇത്രയും സൗകര്യങ്ങൾ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ സിനിമ കഴിഞ്ഞു. പിന്നെ റിലീസൊക്കെ എല്ലാം കേരളത്തിലാണ്. അന്ന് നമ്മൾ മദ്രാസിലാണ് താമസം. റിലീസായിട്ട് ഇവിടെ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കന്ന് വലിയ പിടിപാടില്ല. ഇതുപോലെ ഓൺലൈൻ കാര്യങ്ങളോ അല്ലെങ്കിൽ വാട്സപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സിനിമ ഇവിടെ എങ്ങനെ പോയി എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നല്ലാതെ വേറെ ഡീറ്റെയിലൊന്നും അറിഞ്ഞുകൂടാ. ആ സിനിമ കഴിഞ്ഞ് പിന്നെ വലിയൊരു ഗ്യാപ്പാണ്. എനിക്ക് വേറെ ആരെയും പരിചയമില്ല. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ ഞാൻ ഇടയ്ക്ക് പോയി കണ്ടു. ഇത് കഴിഞ്ഞിട്ട് പോയി കണ്ടു. പുള്ളി പറഞ്ഞു, അടുത്ത് ചിലപ്പോൾ ഹരിയാൻ വിളിക്കുമായിരിക്കും, നീ വെയിറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഹരിയാൻ സാർ ഈ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവരും സ്ഥിരമായിട്ട് വെക്കാറില്ല. പുതിയ ആൾക്കാർ ഒരു സിനിമ കഴിഞ്ഞാൽ മാറ്റും, അടുത്തതിൽ വേറെ ആളെ വെക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്നത് വരെ ഞാനിതുപോലെ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തു. മറ്റേ ആ കമ്പനിയിൽ ജോലിക്ക് പോയി, അവിടെ വേറെ സ്ഥലത്ത് ജോലിക്ക് പോയി. അങ്ങനെ 12 രൂപ ശമ്പളത്തിൽ നിന്ന് കൂട്ടി ഒരു 60 രൂപ ശമ്പളം കിട്ടുന്ന ജോലി വരെയൊക്കെ ആയി. അങ്ങനെ ജോലി കൂട്ടത്തിൽ വേറെ 1-2 സ്ക്രിപ്റ്റുകളുടെ വർക്കുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഹരിയൻ സാറ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടു. അപ്പോൾ എന്നോട് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, നീ ഒന്ന് ഹരിയാനെ പോയി കണ്ടാൽ മതി, ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ അതും AVMൽ തന്നെ ഒരു റെക്കോർഡിംഗ് നടക്കുകയാണ്. അവിടെ ബോംബെ രവിയുണ്ട്, MT സാറുണ്ട് അവിടെ. അപ്പോൾ അവരെയൊക്കെ കണ്ടു. അവരെ കണ്ടെന്ന് വെച്ചാൽ അവരോട് സംസാരിക്കുമെന്നല്ല, ജസ്റ്റ് അവരൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ഹരിയൻ സാറിനെ കാണാനുള്ള അവസരം കിട്ടില്ല. അപ്പോൾ ഹരിയൻ സാറിൻ്റെ മുൻ പടങ്ങളിൽ വർക്ക് ചെയ്ത കുറച്ച് പേര് അവിടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. ഇത് ആരണ്യകം പോലത്തെ ഒരു സിനിമയല്ല, വടക്കൻ വീരഗാഥ കുറേ കൂടി വലിയ ക്യാൻവാസിലുള്ള വലിയ സിനിമയാണ്. അപ്പോൾ കുറേ കൂടുതൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അവസരങ്ങൾ കിട്ടുമായിരിക്കും. അപ്പോൾ പെർമനൻ്റായിട്ട് ഞാൻ അവിടെ റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് തീരുമാനിക്കപ്പെട്ട ഒരു 6ഓളം പേരവിടെ ഉണ്ട്. കുട്ടേട്ടനുണ്ട്, ഉണ്ണിനാരായണനുണ്ട്, അനിലുണ്ട്, പിന്നെ മോഹൻദാസ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ കുറച്ച് പേര് കഴിഞ്ഞ പടങ്ങളിൽ വർക്ക് ചെയ്ത ചില ആളുകൾ ചാൻസിന് വേണ്ടി ഈ പടത്തിൽ സാറിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ 1-2 പേർ എന്നെ പറഞ്ഞു, പത്മകുമാർ നിന്നിട്ട് കാര്യമില്ല, കാര്യം പുള്ളി ഒരു പടത്തിന് പുതിയ ആൾക്കാരെ വയ്ക്കത്തുള്ളൂ, അടുത്ത പടത്തിനൊന്നും വയ്ക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഹരിയൻ സാറിനെ കണ്ടോ, ഹരിയൻ സാർ പറഞ്ഞു, നിങ്ങൾ വാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനം, ഈ പുള്ളി എന്നെ വിളിക്കും. കാര്യം എൻ്റെ അടുത്ത് പുള്ളിക്ക് യാതൊരു മുൻപരിചയമില്ല, പുള്ളിക്കെന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ആൾക്കാർ കാത്തുന്നുണ്ട്. പക്ഷേ എന്നെ വിളിച്ചത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സിനിമയിൽ ഞാൻ ഷൂട്ടിംഗ് സമയത്തൊക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു എന്ന് പുള്ളിക്ക് തോന്നിയതുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റി. അതൊരു വലിയ അനുഭവമായിരുന്നു. എനിക്ക് ആരണ്യകം എന്ന് പറയുന്ന സിനിമയിൽ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി വർക്കിംഗ് ഫ്രീഡം കിട്ടി. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. ആരണ്യകത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് അടിക്കുക, റിപ്പോർട്ട് എഴുതുക, ഷോട്ടൊക്കെ നോട്ട് ചെയ്യുക എന്നല്ലാതെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ചൊരു വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് എനിക്ക് ക്ലാപ്പ് അടിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ കുറേ കൂടെ ഉത്തരവാദിത്തമുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് വേറൊരു വലിയ അനുഭവ സമ്പത്താണ്. എൻ്റെ സിനിമാ ജീവിതത്തിനെ സംബന്ധിച്ച് ഏത് വലിയ സിനിമയും നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് വലിയ ഫ്രെയിമും നമുക്കുണ്ടാക്കാൻ പറ്റും. എത്ര വലിയ ആർട്ടിസ്റ്റുകളും എത്ര എണ്ണത്തോളം ആർട്ടിസ്റ്റുകളും ഒരു ഫ്രെയിമിലുണ്ടെങ്കിലും അവരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നെനിക്ക്
ആത്മധൈര്യം തന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വടക്കൻ വീരകഥയാണ്. ആരണ്യകം എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് ഒരു ഒറ്റ ഷെഡ്യൂളിലാണ് ഷൂട്ട് ചെയ്തത്. ഒറ്റയടിക്ക് നമ്മൾ വയനാട്ടിലെത്തി ഒറ്റയടിക്ക് ഫുൾ ഷൂട്ട് തീരുകയുണ്ടായത്. പക്ഷേ വടക്കൻ വീരകഥ അങ്ങനെയായിരുന്നില്ല. അതൊരു 5 or 6 ഷെഡ്യൂളായിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. 5 ഷെഡ്യൂൾ മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു. ആദ്യത്തെ ഷെഡ്യൂൾ ഒരു 15 ദിവസമായിരുന്നു. അത് പാലക്കാടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ കാണുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന, നമ്മൾ സിനിമയിൽ തിരശ്ശീലയിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മഹാനടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മമ്മൂക്ക കണ്ട് അമ്പരന്ന് നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ ആരാധിക്കാനോ ഒന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരക്ക് പിടിച്ച ജോലികളായിരുന്നു. മമ്മൂക്കനെ കണ്ടു, ഓക്കെ. വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല സമയത്തും പല ഭാഗ്യങ്ങളും ഞാൻ അറിയാതെ എന്നെ തേടി വന്നിട്ടുണ്ട്. ആ പോലത്തെ ഒരു വലിയ ഭാഗ്യമാണ് വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ എനിക്കൊരവസരം കിട്ടിയെന്ന് പറയുന്നത്. വടക്കൻ വീരകഥ പോലൊരു സിനിമ മലയാളത്തിൽ മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒരു വടക്കൻ വീരകഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരമൊരു സിനിമയിൽ, ഒരു ചരിത്ര സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹാർഡ് വർക്കാണെങ്കിൽ തന്നെ ആ വർക്ക് പരമാവധി നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കൂടെ നല്ല ടീം, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീം എല്ലാവരും, അസോസിയേറ്റ് ഡയറക്ടർ ശ്രീകുട്ടനടക്കം, ഉണ്ണിനാരായണനും അനിലടക്കം ഒരുപാട് പേർ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സിനിമ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് പ്രചോദനം നൽകി എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ സിനിമയിലാണ്. കഠിനമായ ജോലിയായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീക്കണം. രാവിലെ 7 മണി 8 മണിക്കൊക്കെ ഷൂട്ട് തുടങ്ങണമെങ്കിൽ രാവിലെ 4 മണിക്ക് ഞങ്ങൾ എണീറ്റിട്ട് ലൊക്കേഷനിൽ പോയിട്ട്, മിക്കവാറും ഈ പാലക്കാട് ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൊല്ലങ്കോട് കൊട്ടാരത്തിലായിരുന്നു ഷൂട്ട്. രാവിലെ എന്തായാലും ഒരു 10-100ഓളം ഭടന്മാരെ റെഡിയാക്കണം. അതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്. രാവിലെ എണീറ്റിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ടുവന്ന് അവർക്ക് കോസ്റ്റ്യൂം കൊടുത്ത്, അവർക്ക് മേക്കപ്പ് കൊടുത്ത്, പല ആൾക്കാർക്കും വിഗ് ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, അതൊക്കെ കൊടുത്ത് രാവിലെ 7 മണിക്ക് ഡയറക്ടർ വരുമ്പോഴത്തേനും ഇവരെല്ലാവരും സെറ്റാക്കി റെഡിയാക്കി നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഠിനമായ ഒരു ജോലിയുടെ കാലഘട്ടത്തിൽ കൂടെയാണ് അത് കടന്നുപോയത്. ഈ പറഞ്ഞ പോലെ മമ്മൂക്ക, ഗീത, ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. അന്നുണ്ടായ എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഷൂട്ടിന് പോയി. രാവിലെ ഞങ്ങൾ 7 മണിക്ക് പോയി. ഇത്രയും ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തി, 100ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി നിർത്തി. 4 മണിക്ക് പോയി അവിടെ എത്തി. 7 മണിക്ക് എല്ലാം റെഡി. ഹരിയാന സാറ് സെറ്റിൽ വരുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് വരുമ്പോൾ ഈ സെറ്റപ്പെല്ലാം ആൾമോസ്റ്റ് എല്ലാവരും റെഡിയാണ്. ഒരാളൊഴിച്ചു മമ്മൂക്ക മാത്രം എത്തിയിട്ടില്ല. മമ്മൂക്ക സാധാരണ പാലക്കാട് ഹോട്ടലിൽ താമസിച്ചിട്ട് ഷൂട്ടിന് വരികയാണ് പതിവ്. അന്ന് തലേദിവസം എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഒരു സാറ്റർഡേ മറ്റാണെന്ന് തോന്നുന്നു, മമ്മൂക്ക എറണാകുളത്ത് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കൊള്ളാമെന്ന ധാരണയിലാണ് പോയത്. അപ്പോൾ രാവിലെ 7 മണിക്ക് സെറ്റ് വന്ന് റെഡി ഷോട്ട് വെച്ചു, ലൈറ്റപ്പ് ചെയ്തു. മമ്മൂക്ക എത്തിയിട്ടില്ല. മമ്മൂക്ക വന്നാൽ തന്നെ മമ്മൂക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു അരമണിക്കൂർ വേണം. അരമണിക്കൂറല്ല, കുറച്ച് കൂടുതൽ സമയം വേണം. മമ്മൂക്ക എത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഹരിയാൻ സാറ് കുറച്ച് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു പോയി. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും താഴെയുള്ള അസിസ്റ്റൻ്റാണ്. ഞങ്ങൾ 7-8 പേരുള്ളതിൽ ഏറ്റവും താഴെയുള്ള അസിസ്റ്റൻ്റാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മളിതൊരു ബാക്കി ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും നമുക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ല. ഒരു 9:30 കൂടിയാണെന്ന് തോന്നുന്നു മമ്മൂക്കയുടെ കാറ് കൊല്ലങ്കോട് കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കടന്നകത്ത് കയറി വരുന്നത് കണ്ടു. ഹരിയാൻ സാർ എൻ്റെ ഉമ്മറത്ത് ഒരു തിണ്ണയിൽ ഒരു ഈസി ചെയറിൽ ഹരിയാൻ സാർ ഇരിപ്പുണ്ട്. മമ്മൂക്കയുടെ കാർ അങ്ങനെ പാസ് ചെയ്ത് അങ്ങോട്ട് അകത്തേക്ക് പോയതും ഹരിയാൻ സാർ എന്നിട്ട് പാക്കപ്പ് പറഞ്ഞ് പുള്ളി വണ്ടി കയറിപ്പോയി. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇങ്ങനെ ഇത്രയും വലിയ സെറ്റപ്പും ആൾക്കാരും ഒക്കെ ഉണ്ടായ ഒരു സെറ്റ്, മമ്മൂക്ക അഭിനയിക്കുന്ന സെറ്റ്, മമ്മൂക്ക വന്നിട്ട് നിൽക്കുമ്പോൾ പാക്കപ്പ് എന്ന് പറഞ്ഞ് പോയത്, മമ്മൂക്ക വരാൻ ലേറ്റായതിലുള്ള പ്രതിഷേധം കൊണ്ട് പുള്ളി പാക്കപ്പ് ചെയ്ത് വണ്ടി കയറിപ്പോയി. ഷൂട്ടിംഗ് പാക്കപ്പായി, നടന്നില്ല. അത് എൻ്റെ ജീവിതത്തിലൊന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. പിന്നെ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനും പാക്കപ്പ് ചെയ്തിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് എന്നെ സംബന്ധിച്ചൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക വണ്ടി തിരിച്ചു പോയി. മമ്മൂക്ക ഹരിയാൻ സാറിനെ പോയി കണ്ട് അവർ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങി. പഴയ പോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടങ്ങി. പക്ഷേ ആ ഒരു ദിവസം ഷൂട്ട് നടന്നില്ല. അതൊരു മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അതിനകത്തെ ക്യാപ്റ്റൻ രാജുവിൻ്റെ ക്യാരക്ടറിൻ്റെ ക്യാപ്റ്റൻ രാജു, നമ്മൾ അതുവരെ കാണാത്തൊരു ക്യാപ്റ്റൻ രാജു, നമ്മൾ സിനിമയിൽ അതുവരെ കണ്ടിട്ടുള്ള ക്യാപ്റ്റൻ രാജു അല്ല സിനിമയ്ക്കകത്ത്. ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു പ്രത്യേകത, ക്യാരക്ടറിൻ്റെ പ്രത്യേകത. അതുപോലെ സുരേഷ് ഗോപി. അതിനുശേഷം ഞങ്ങൾ ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഷെഡ്യൂൾ ഗുരുവായൂരായിരുന്നു.
ഗുരുവായൂർ ആനക്കോട്ടയ്ക്കകത്താണ് സെറ്റിട്ടത്. ആ സെറ്റിൻ്റെ തച്ചോളി വീടായിട്ട് സെറ്റിട്ടത് ആനക്കോട്ടയാണ്. അവിടുത്തെ കുറേ മികച്ച അനുഭവം ഉണ്ടാകും. അവിടെ വെച്ചിട്ടാണ് 2 ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് 2-3 ഫൈറ്റ് ഷൂട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടാണ്. അതെല്ലാം ഒരു വളരെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു 4-5 ഷെഡ്യൂൾ കൊണ്ട് ആണ് ആ സിനിമയുടെ ഷൂട്ട് തീർന്നത്. ആ സിനിമയുടെ ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് പേര്, ഒന്ന് ക്യാമറമാൻ രാമേന്ദ്ര ബാബുവേട്ടൻ്റെ ഒരു ക്യാമറയുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ ഒട്ടും പിന്നെ ആദ്യത്തെ സിനിമയിൽ വേണു സാറ് ക്യാമറമാനായിരുന്നു. വേണു സാറാണെങ്കിൽ ശബ്ദം കൊണ്ട് സെറ്റിനെ പിടിച്ചടക്കിയിരുന്ന ഒരാളായിരുന്നു. ബാബു സാറാണെങ്കിൽ ശബ്ദമേ ഇല്ല, ഒട്ടും ശബ്ദമില്ലാത്ത ഒരാളായിരുന്നു. ഷോട്ട് പറഞ്ഞിട്ട് ഷോട്ട് ഓക്കെ ആണോ എന്ന് പോലും പുള്ളി തലയാട്ടുക മാത്രമേ ചെയ്യുവാനുള്ളൂ, ഓക്കെ എന്ന് പറയില്ല. അപ്പോൾ ഇവിടുന്ന് ഹരിഹർ സാർ ചില സമയത്ത് റിട്ടയർഡായിട്ട് വിളിച്ച് ചോദിക്കും, ബാബു ഓക്കെ ആണോ, ആണെന്ന് പറ അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു. പുള്ളി തലയാട്ട് മാത്രമേ ചെയ്യുള്ളൂ, ഓക്കെ ആണെങ്കിൽ തലയാട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ രണ്ട് എക്സ്ട്രീമായിരുന്നു വേണു സാറും ബാബു സാറും. ആ 2 പേര്. പിന്നെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ. കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ആർട്ട് ഡയറക്ടറോട്, ഇത്രയും ഒരു മികച്ച ഏറ്റവും വലിയൊരു കലാസംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. അങ്ങനെ എല്ലാം കൊണ്ടും. അതുപോലെ MT സാറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എൻ്റെ കുറേ കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ MT സാറിൻ്റെ കൈപ്പടയിൽ എഴുതിയ കോപ്പി എൻ്റെ കയ്യിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് വേറെ ആരോ വാങ്ങിച്ചുകൊണ്ട് പോയി. അത്രയും ആ ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഭവമല്ല. അക്കാര്യത്തിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് എന്ന് തന്നെ ഇന്നും വിശ്വസിക്കുന്നു. പിന്നീട് മാമാങ്കം എന്ന് പറയുന്ന സിനിമ ചെയ്യാനും ഇതുപോലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും ധൈര്യമായി ചെയ്യാം എന്ന് ശങ്കറപ്പോടെ പറയാനും നമുക്ക് പറ്റുന്നത് വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയുള്ള അനുഭവം കൊണ്ട് മാത്രമാണ്. വടക്കൻ വീരകഥ കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ അതൊരു നല്ല ഹിറ്റ് സിനിമയായിരുന്നു, വളരെയധികം പേരെടുത്ത സിനിമയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി എന്നതിൽ ഞാനും നാട്ടിൽ വന്നിട്ട് ഞാനൊക്കെ നാട്ടിലെല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തി നടന്നൊരു കാലഘട്ടമായിരുന്നു. ഒരു സിനിമക്കാരൻ എന്ന നിലയിൽ അതുവരെ എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ഇമേജൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ എൻ്റെ പേര് സംവിധാന സഹായികൾ എന്ന പേരിൽ ഏറ്റവും അവസാനമാണെങ്കിൽ പോലും M. പത്മകുമാർ എന്ന പേര് വന്നത് നമ്മുടെ നാട്ടുകാരിൽ പല ആൾക്കാരും കണ്ടു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ വളരെ വലിയ കാര്യമായിരുന്നു. എനിക്ക് നാട്ടിൽ നിന്നും ഒരു അംഗീകാരം, സിനിമയിൽ പോയിട്ട് ഞാൻ എന്തോ ആയി എന്നൊരു നാട്ടിലും വീട്ടിലുമൊക്കെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ.